ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനവ് എപ്പിസോഡ് നമ്പർ 14th. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയുടെ അല്ലെങ്കിൽ ഈ സ്റ്റുഡിയോ സ്പേസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. മെയിൻലി ഇവിടെ ഒരു വാൾ ഷെൽഫ് പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒന്നുമില്ല, പക്ഷേ ഓരോ സാധനങ്ങളായിട്ട് വാങ്ങിച്ച് വെക്കണം എന്നുണ്ട്. പിന്നെ LED സ്ട്രിപ്പ് ലൈറ്റ് മാറ്റി. അതിന് മുമ്പേ ഒരു ട്യൂബ് ലൈറ്റ് ആയിരുന്നു ഉണ്ടായത്, അത് മാറ്റി ഇപ്പോൾ കളർ ചേഞ്ചിങ് ആയിട്ടുള്ള LED സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ് ചെറുതായിട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് കമൻറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യും. ഇപ്പം അല്ല, 10K സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. കാരണം ഇതിപ്പോൾ ഓരോ സമയത്ത് ഇങ്ങനെ ഓരോന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കും. നമുക്ക് പെട്ടെന്ന് വാങ്ങാനുള്ള ഒരു എമൗണ്ട് നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ സമയത്ത് പൈസ ഉണ്ടാകുന്ന സമയത്ത് ഓരോന്നായിട്ടാണ് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. എന്നാലും 10K സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും ഇത് റിവീൽ ചെയ്യുന്നതായിരിക്കും. കാര്യമായിട്ട് വലിയ സംഭവമൊന്നുമില്ല, എന്നാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഓരോന്നൊക്കെ വാങ്ങിച്ചൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ മാർക്കോ സിനിമ കണ്ടു. മലയാളത്തിൽ ഇതുപോലൊരു ആക്ഷൻ പടം വേറെ ഇല്ല. ഇമാതിരി ഞാൻ ബാക്കിയുള്ള ലാംഗ്വേജ് സിനിമ ഒക്കെ കാണുന്ന സമയത്ത് എന്നിട്ട് ഈ മലയാളത്തിലൊന്നും ഇങ്ങനത്തെ ഒരു ആക്ഷൻ പടം ഇല്ലാത്തതെന്നൊക്കെ വിചാരിക്കാറുണ്ട്. അല്ലെങ്കിൽ ആക്ഷൻ്റെ ആ ഒരു സ്റ്റൈലുണ്ടല്ലോ, അതൊന്നും മലയാളത്തിൽ കഴിയുന്ന സമയത്ത് അത്ര നമുക്ക് ഒറിജിനാലിറ്റി ഒന്നും തോന്നാറില്ല. പക്ഷെ ഇവിടെ പക്ക ആക്ഷൻ പടം, വേറെ ലെവല്. അതുപോലെ തന്നെ വയലൻസ്. ഞാൻ ഇപ്പം ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ട്. അതായത് മാർക്കോരെ സെക്കൻഡ് ഷോക്ക് മുമ്പേ ആരോ തലകറങ്ങി വീണു അല്ലെങ്കിൽ ബോധം കെട്ട് പോയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതുപോലെ ചോരൊക്കെ കണ്ടു കഴിഞ്ഞാൽ തലകറക്കി വീഴുന്ന ടീംസൊക്കെ ആണെങ്കിലൊന്നും പോകരുത് കേട്ടോ. അങ്ങനത്തെ നിങ്ങളിപ്പോൾ ഇതിൻ്റെ ടീസറിൽ തന്നെ കാണുന്നുണ്ട്, ചെവിയൊക്കെ കടിച്ച് വലിക്കുന്ന സംഭവമൊക്കെ. അതിൻ്റെ അപ്പുറത്തെ വയലൻസ് സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരൊന്നും പോയി കാണരുത്. 18+ മൂവിയാണ്. 18 വയസ്സ് താഴെയുള്ള പിള്ളമാരൊന്നും പോയി കാണരുത്. തിയേറ്ററുകാരെന്നെ നോക്കുക അതൊക്കെ. അപ്പോൾ അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പക്ക കിടിലം പടം. അതിൻ്റെ ഒരു ലുക്ക് കേരളത്തിലാണ് ഷൂട്ട് ചെയ്യുന്നത്, പക്ഷേ അത് കാണുമ്പോൾ നമുക്കൊരു ഇൻ്റർനാഷണൽ റിച്ച് ലുക്കൊക്കെ വരുന്നത്. അവരുടെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും അവരുടെ ലുക്സും എല്ലാവരും മാസ്സായതല്ലേ. വില്ലന്മാരാണെങ്കിലും നായകൻ തൊട്ട് എല്ലാവരും മാസ് എൻട്രി അല്ലെങ്കിൽ മാസ് ഡയലോഗൊക്കെയാണ് വരുന്നത്. സോ കിടിലം പടമാണ്, പോയി കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, നമ്മുടെ ചാനൽ 7K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 7K ഫാമിലി. അപ്പോൾ നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് ഫോർ ദാറ്റ്. കാരണം നിങ്ങളെ സപ്പോർട്ടാണ് ഈ 7000 സബ്സ്ക്രൈബേഴ്സ് എന്ന ലെവലിലേക്ക് എത്താൻ വേണ്ടി പറ്റിയത്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ വീഡിയോയിലൊക്കെ മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ പെർഫെക്റ്റ് അല്ല എന്ന് എനിക്കറിയാം. കാരണം എന്നെ പറയുന്ന രീതിയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ തെറ്റി പറയാറൊക്കെ ഉണ്ട്. അതിങ്ങനെ പഠിച്ചടിച്ച് വരുന്നത്. ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തിരിയും ഞാൻ ഈ രീതിയിൽ പോലും എനിക്കന്ന് വർത്തമാനം പറഞ്ഞാൽ അറിയാത്ത ഒരാളാണത്. അപ്പം പറഞ്ഞിങ്ങനെ ശീലാവുന്നതാണ്. അപ്പം പറഞ്ഞ് അതൊക്കെ ഞാൻ ഇമ്പ്രൂവ് ആകുന്നതായിരിക്കും. സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ലാഗ് അടിക്കുന്നുണ്ടൊക്കെ പറയാറുണ്ട് വീഡിയോ, എനിക്കും അറിയാം. പക്ഷെ ഞാൻ പരമാവധി മാറ്റുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. സോ സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ, പുതിയതായിട്ട് വരുന്ന സാംസങ്ങിൻ്റെ S25 സീരീസിൽ 8GB റാം കാണില്ല. കഴിഞ്ഞ S24 ആണെങ്കിൽ 8GB 128GB ഒക്കെ ഉണ്ടായത്. അതായത് 12GB വേരിയൻറ്റ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി തൊട്ട് ആ 8GB ഒക്കെ തന്നെ ഒഴിവാക്കിയിട്ട് 12GB തന്നെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. സോ നല്ല കാര്യമാണ് അതെന്ന് പറഞ്ഞത്. കാരണം ഫ്ലാഗ്ഷിപ്പിലൊക്കെ 8GB എന്നൊക്കെ പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല യൂസ് ചെയ്യാനൊന്നും. ബട്ട് 12GB ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പം S25 സീരീസ് തൊട്ട് എല്ലാത്തിനും 12GB റാം വേരിയൻറ്റ് വരുന്നുണ്ട്. 8GB ഇനി ഉണ്ടാവില്ല. അപ്പം പ്രൈസും 80,000 പ്രൈസും കൂടാനുള്ള ചാൻസ് ഉണ്ടാവും കേട്ടോ. ചിലപ്പം 80ൻ്റെ മേലെ പോകാൻ ചാൻസ് ഇല്ല. 80 എന്തായാലും ഉണ്ടാവും. 75 റേഞ്ച് എന്തായാലും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. പിന്നീട് OnePlus 13 സീരീസിൻ്റെ ലോഞ്ച് ഉണ്ടെന്ന് അറിയില്ല അടുത്ത മാസം. അതിൽ 13R ഒരു ലുക്ക് ഇതാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ എന്നൊക്കെ പറയുന്നത്. വലിയ വ്യത്യാസമില്ല മറ്റേതായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഇതിൻ്റെ ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ Qualcomm Snapdragonൻ്റെ 8 Gen 3 ചിപ്സെറ്റാണ് ഇതിൽ കൊടുത്തുള്ളത്. സോ 8 Elite 13 മാത്രമേ വരുന്നത്. 13R വരുന്നത് Gen 3 വരുന്നത്. സോ കുഴപ്പമൊന്നുമില്ല, നല്ല പെർഫോമൻസ് ചിപ്സെറ്റാണ്. 6000 mAh ബാറ്ററി ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ OnePlus ഫോണാണ്, ധൈര്യമായിട്ട് എടുക്കുക അതിനോട്ട്. കാരണം ലൈഫ് ടൈം വാറണ്ടി ഗ്രീൻ ലൈനിന് വരുന്നുണ്ട്. ഇത് പറഞ്ഞ സമയത്താണ് ഞാൻ ഇന്നൊരു സംഭവം കണ്ടു. അതായത് S23 ഗ്രീൻ ലൈൻ വന്നു ഈ ഡിസംബറത്തെ പാച്ച് അപ്ഡേറ്റിൽ. ഞാൻ എങ്ങനെയും അപ്ഡേറ്റ് ചെയ്യൽ പേടിച്ചിട്ട് ഈ വാറണ്ടി ഉള്ള സമയത്ത് കിട്ടുമെന്നാണ് പറയാറ്. എന്നാലും നമുക്ക് ചെയ്യാൻ ഇനിയിപ്പോൾ ഒരു പേടി. ഞാനും S23 യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതറിയാത്തവർക്ക് വേണ്ടിയിട്ട് S23 യൂസ് ചെയ്യുന്നത്. ഞാനൊക്കെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യൽ ഗ്രീൻ ലൈൻ
നോക്കാം, നമുക്ക് ബാക്കി ഇനി വരുന്നുണ്ടോ നോക്കാം. ഇനിയിപ്പോൾ പിന്നെ OnePlusന് ഇങ്ങനെ ഈ ഇഷ്യൂ വരുന്നിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഫോൺ താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാലൊന്നും ഇവർ സംഭവം എടുക്കത്തില്ല, സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നോക്കും. അതുകൊണ്ട് തന്നെ OnePlus ഫോൺസൊക്കെ യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ പുതുതായിട്ട് വാങ്ങുന്നവർ സൂക്ഷിച്ചും കണ്ടൊക്കെ യൂസ് ചെയ്യുക. ഇനി അഥവാ വീഴുന്ന സമയത്തും ഗ്രീൻ ലൈനിലൊക്കെ ഒട്ടുമിക്ക ഫോൺസിൽ ഇപ്പോൾ വരുന്നുണ്ട്. വീണ് കഴിഞ്ഞാൽ തന്നെ ഒന്നും അപ്ഡേറ്റ് ചെയ്യാതെ തന്നെ താഴേക്ക് വീണ് കഴിഞ്ഞാൽ തന്നെ ഗൂഗിൾ പിക്സലിലൊക്കെ തന്നെ ഇത് വരുന്നുണ്ട്, പഴയ മോഡലിലൊക്കെ തന്നെ, പുതിയതല്ല പഴയതിലൊക്കെ വരുന്നുണ്ട്. അപ്പം അതും കൂടെ ശ്രദ്ധിക്കുക. ഇനിയിപ്പം കേസും നല്ല സ്ക്രീൻ പ്രൊട്ടക്റ്റൊക്കെ ഇട്ട് നല്ല വൃത്തി യൂസ് ചെയ്യുക, എന്നാൽ മാത്രമേ ഇനി അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ മുന്നോട്ടേക്ക്. പിന്നീട് റിയൽമിയുടെ 14 Pro സീരീസും അടുത്ത മാസം വരുന്നുണ്ട്. അതിലാണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 3 എന്ന ചിപ്സെറ്റാണ് വരുന്നത്. കഴിഞ്ഞ 13 Pro സീരീസിലാണെങ്കിൽ 7S Gen 2 ആണ് ഉണ്ടായത്. ഇപ്പോൾ അത് 3 വന്നിട്ടുണ്ട്. ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഒന്നാമത് അതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണല്ല, ഒരു ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണാണ്. ക്യാമറ ഒക്കെ വേറെ ലെവലായിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയോ തള്ളൊക്കെ ഇപ്പോഴേ വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം DSLR ക്യാമറ ഒക്കെ വേണ്ട, ഇതൊക്കെ മതി എന്നൊക്കെ പറഞ്ഞ റിയൽമിയാണ് 30 വരുന്ന സമയത്ത്, കഴിഞ്ഞ വർഷം ഒന്നല്ല ഈ വർഷം തന്നെ ഇതിങ്ങനെ ഒരു 6 മാസം കഴിയുന്തോറും ഇവർ ഈ നമ്പർ സീരീസൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ വെറുതെ ഇങ്ങനെ ഫോൺ ഇറക്കിക്കൊണ്ടേ ഇരിക്കുക. ഡിസൈനൊക്കെ സർക്കിൾ ക്യാമറ മൊഡ്യൂൾ തന്നെയാണ്, പക്ഷേ ആ ക്യാമറ അലൈൻമെൻ്റ് ഒക്കെ ഒരു ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. കാണാനൊക്കെ രസമുണ്ട്. ഒരു 3 ക്യാമറ ഒന്ന് ഇടാം കാണാനൊക്കെ രസമുണ്ട് കേട്ടോ. അത് ഒരു വെറൈറ്റി ഒന്നും പറയാനില്ല. അത് ആരും നോക്കാൻ ക്യാമറ ലെൻസിൻ്റെ ഉള്ളിലൊക്കെ ക്യാമറ അലൈൻ ചെയ്തിട്ടുള്ള ആരും നോക്കാനൊന്നും വേണ്ടി പോകുന്നില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഡിസൈനിൽ എന്തൊക്കെയോ കളർ ചേഞ്ച് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയോ ഗിമ്മിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 13 സീരീസ് അല്ല, അവരുടെ മെയിൻ സീരീസാണ് അതൊക്കെ എന്ന് പറയുന്നത്. അപ്പം അതും അടുത്ത മാസം വരുന്നുണ്ട്. പിന്നീട് എയർടെൽ യൂസേഴ്സൊക്കെ ആണെങ്കിൽ പുതിയൊരു പ്ലാൻ വന്നിട്ടുണ്ട്. അതായത് 398 രൂപയുടെ പ്ലാനാണ്. അതിലാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൻ്റെ മൊബൈൽ വേർഷൻ നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതിലാണെങ്കിൽ പെർ ഡേ 2 GB ആണ് വരുന്നത്. അതുപോലെ തന്നെ 28 ദിവസമാണ് വാലിഡിറ്റി ഉള്ളത്. ഇപ്പോൾ നോർമലി നിങ്ങൾ ഈ പ്ലാനൊക്കെ ചെയ്യണമെങ്കിൽ 349 രൂപയുടെ പ്ലാനാണ്. സോ നിങ്ങൾക്ക് ഒരു 49 രൂപ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും കൂടെ കിട്ടുന്നതായിരിക്കും. അത് യൂസ് അല്ലെങ്കിൽ അത് വേണമെന്നല്ലെങ്കിൽ മറ്റേ ബിഗ് ബോസ് ഒക്കെ വരാനൊക്കെ ആയി, ആ സമയത്ത് നിങ്ങൾ മറ്റേ ലൈവൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആഡ് ഫ്രീ ആയിട്ടും അതൊക്കെ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി. ലൈവിന് എനിക്ക് തോന്നുന്നു പെയ്ഡ് വേർഷൻ വേണം അല്ലേ, ഞാൻ കാണാറില്ല, അതുകൊണ്ട് വേണം തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ യൂസ്ഫുള്ളാണ്. 50 രൂപക്ക് മന്ത്ലി നിങ്ങൾക്ക് ആ ഒരു സബ്സ്ക്രിപ്ഷൻ കിട്ടി. അപ്പോൾ ആ ഒരു പ്ലാൻ പുതുതായിട്ട് വന്നിട്ടുണ്ട്. VIക്ക് 5G വന്ന് ഓൾറെഡി അറിയാമല്ലോ, VI വരെ 5G ഒക്കെ വന്നു. ഇനി BSNലാണ് 5G വരാൻ വേണ്ടി പോകുന്നത്. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നീട് ChatGPTയിൽ സെർച്ച് എൻജിൻ ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഇനി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇത് അടി കിട്ടുന്ന ആർക്കും അറിയോ? ഗൂഗിളിൻ്റെ ജിമിനിക്കാണ് അടി കിട്ടുന്നത്. കാരണം നമ്മളിപ്പോൾ എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് ജിമിനിയുടെ കാര്യമാണ് ഗൂഗിളിലൊക്കെ. അപ്പം അതുപോലത്തെ സംഭവമാണ് ഈ ChatGPTയുടെ ഈ പറഞ്ഞ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പം കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതായിരിക്കും. അപ്പം ഗൂഗിളിന് ചെറുതായിട്ടുള്ള പണി നൈസായിട്ട് നമ്മുടെ എലോൺ മസ്ക് കൊടുത്തിട്ടുണ്ട്. സോ നോക്കാം, ഇപ്പോൾ ഫ്രീ ആയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് എന്തോളം കയ്യിൽ പോയി സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ ChatGPT ബെറ്ററാണ് ഓപ്പൺ AI കാര്യത്തിൽ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. നമ്മുടെ ചാനൽ 7,000 സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ടുണ്ട്. നമുക്ക് 10K ആണ് നമ്മൾ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത്. അത് അടുത്ത് തന്നെ എത്തുന്നുള്ളത് ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ട്. ഒരു 2 മാസം 3 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ 10K സബ്സ്ക്രൈബേഴ്സ് ഫാമിലി നമ്മൾ അച്ചീവ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് അല്ലെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ അത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.